ചെയ്യുന്നതൊക്കെ മതി. പോയി സന്തോഷ് മാധവൻ പറഞ്ഞതുപോലെ ആ ലോഡെല്ലാം ഇറക്കി 7ാമത്തെ നിലയിൽ കൊണ്ടുചെന്ന് വെക്ക്. പോടി. എന്താ മാഡം, ആണുങ്ങൾ ആരോടെങ്കിലും വരാൻ പറ. ഇത് ഇറക്കിട്ട് പോണ സമയമില്ല. ഇല്ല, ഞാൻ തന്നെ ഇറക്കണം ചേട്ടാ. എന്റെ ചേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്യാമോ? ഞാൻ അങ്ങനെ എടുത്തോണ്ട് പോയിക്കോളാം. നിങ്ങൾ എടുത്തോണ്ട് പോകുന്നോ? ബോക്സ് എല്ലാം കണ്ടില്ലേ? നിങ്ങളെ കൊണ്ട് പിടിക്കാനൊന്നും പറ്റില്ല, നല്ല വെയിറ്റ് ഉണ്ട്. ആണുങ്ങളോട് വല്ലതും വരാൻ പറ. കുറച്ചു മുമ്പ് ഒരാൾ വന്നല്ലോ, അയാൾ എവിടെ പോയി? അവിടെ ലോഡ് ഇറക്കാതെ എന്താ വർത്താനം പറഞ്ഞു നിൽക്കുന്നേ? സാറേ, ലോഡ് ഇറക്കാതെ ഇവരാ വന്നിരിക്കുന്നേ. നേരത്തെ വന്നാളെ വിളി സാറേ. പകരം ഒരാള് വിട്ടിട്ടുണ്ടല്ലോ, അവളതൊക്കെ ചെയ്തോളും. താൻ ലോഡ് ഇറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യടൂ. സാറേ, ഇവരെ കൊണ്ട് ഇതെങ്ങനെയാ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താൻ ഒറ്റയ്ക്ക് കയറ്റിക്കോ. ചേട്ടാ, ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. ഞാൻ അങ്ങനെ എടുത്തോണ്ട് പോയിക്കോളാം. ഉള്ളപ്പോ നിന്നെ കൊണ്ട് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നിക്ക്, ഞാനും കൂടെ വരാം. ഇല്ലില്ല, വേണ്ട യമുന, ഞാൻ തന്നെ ഇത് എടുത്തോണ്ട് പോയിക്കോളാം. നിന്നെ കൊണ്ട് എങ്ങനെയാ ഒറ്റയ്ക്ക് കഴിയുന്നേ? ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം. വാ. ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഏയ് യമുന, നീ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ മാഡം വിളിച്ചേ? സെക്കൻഡ് ഫ്ലോറിൽ പട്ടുസാരി വാങ്ങിക്കാൻ വേണ്ടിട്ട് 2 കസ്റ്റമർ വന്നിട്ടുണ്ട്. നീ പോയി അവരെ ചെന്ന് നോക്ക്. മാഡം, വിജയുടെ കൂടെ നിന്ന് ഈ ലോഡെല്ലാം 7ാമത്തെ ഫ്ലോറിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ പോയി കസ്റ്റമറെ ഡീൽ ചെയ്താ പോരെ? ഓ, നീ ലോഡ് ഇറക്കുന്നത് വരെ കസ്റ്റമർ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണമെന്നാണോ? എന്താ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞ ചെയ്യാൻ നോക്ക്. ഓരോരുത്തർക്ക് പറഞ്ഞിരിക്കുന്ന ജോലി ഓരോരുത്തർ ചെയ്താൽ മതി. വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്തടി നോക്കുന്നേ? ഞാൻ ഈ കടയുടെ സൂപ്പർവൈസറാ. ഞാൻ പറയുന്നത് നീ ചെയ്താ മതി. ഓ,
ഇതൊക്കെ കാണുമ്പോ പാപം തോന്നുക. അനുഭവിക്കും. ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ, എന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നമുക്കിതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകായിരുന്നില്ലേ? നിനക്കിത് വേണോടി? എന്നെ വേണ്ടെന്ന് വെച്ചോളല്ലേ? വരുന്നു. വിജി ഇതാ വെള്ളം കുടിക്ക. എന്തിനാ വിജി നിന്നെ അവർ ഇത്രയധികം ടാർഗറ്റ് ചെയ്യുന്നേ? നിന്റെ ഏട്ടത്തി ലാവണ്യ എത്ര കാര്യാന്നറിയാം. എന്നാ ആ സന്തോഷ് മാധവൻ ചേട്ടന് എന്താ പറ്റിയത്? അയാള് നിന്നോട് ഇങ്ങനൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. അവൻ എന്റെ ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നു. അവന്റെ ഉദ്ദേശം നടക്കാതായപ്പോ അവൻ എന്നെ പകരം വീട്ടാൻ തുടങ്ങി. എന്താ പറയുന്നേ വിജി? നിന്റെ അടുത്ത് എന്താ പ്രതീക്ഷിച്ചത്? ഒന്നുമില്ല യമനെ. അവനെ പോലെയുള്ള ആണുങ്ങള് സ്ത്രീകളുടെ അടുത്തുനിന്ന് വേറെന്ത് പ്രതീക്ഷിക്കാനാ? ആ ഒരു കാര്യത്തിന് ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല. പോരാത്തന്നെ ഞാൻ അവനെ കല്യാണം കഴിക്കണം അത്ര. അതിന് ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല. അതിന്റെയാ ഈ പകരം വീട്ടിലൊക്കെ.